ഈ മാസം കുറേയധികം സ്മാർട്ട് ഫോൺസും കാര്യങ്ങളും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഗസ്റ്റ് നോക്കുന്ന സമയത്ത് കുറച്ച് സ്മാർട്ട് ഫോൺസാണ് വരുന്നത്. കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ഒരു മാസമാണ് ഓഗസ്റ്റ് എന്ന് പറയുന്നത്. എങ്കിലും സ്മാർട്ട് ഫോൺസും കാര്യങ്ങളും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് മിഡ് റേഞ്ച് തൊട്ട് ഫ്ലാഗ്ഷിപ്പ് ലെവലായിട്ടുള്ള റേഞ്ച് വരെയുള്ള സ്മാർട്ട് ഫോൺസും കാര്യങ്ങളും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ പറയാൻ പോകുന്ന മോഡൽസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബഡ്ജറ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ അടുത്ത മാസം ഒരു 15,000 രൂപ ബഡ്ജറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു മോഡലാണ് റെഡ്മി 12 5G എന്ന് പറയുന്ന ഒരു മോഡലും. ഇത് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഏകദേശം നമ്മുടെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. 120 റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റാണ് വരുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഇത്. 8GB റാമും കാര്യങ്ങളും വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 ചിലപ്പം ഈ ഒരു മോഡൽ വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ആൻഡ്രോയിഡ് 12 ആയിരിക്കും വരുന്നത്. 4500 mAh ബാറ്ററിയും അതുപോലെ 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റവും കാര്യങ്ങളും ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു മോഡലിന്റെ ബാക്ക് സൈഡിൽ ഗ്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളായിരിക്കും വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ വളരെ ചാൻസ് കുറവുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ഗ്ലാസ് ബാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. 15,000 രൂപ ബഡ്ജറ്റിൽ നിന്ന് നേരെ നമ്മൾ 30,000 രൂപ ബഡ്ജറ്റിലേക്ക് വരുന്ന കുറച്ച് സ്മാർട്ട് ഫോൺസ് ആണ് നോക്കാൻ പോകുന്നത്. ഇൻഫിനിക്സിന്റെ G10 സീരീസ് ആണ് വരാൻ പോകുന്നത്. അതായത് G10 Proയും G10 Pro Plus എന്ന് പറയുന്ന ആ ഒരു രണ്ട് മോഡൽസ് ആണ് വരാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ നത്തിങ് ഫോൺ 2ന്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫുൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളല്ല, എങ്കിലും ബാക്ക് സൈഡിൽ ചെറിയൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു LED സിസ്റ്റവും കാര്യങ്ങളും ഈ ഒരു GT10 സീരീസിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു റെൻഡർ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു LED ലൈറ്റും കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 6.74 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ 120 റിഫ്രഷ് റേറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു രണ്ട് മോഡലിലും മീഡിയാടെക്കിന്റെ രണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളാണ് വരുന്നത്. അതായത് Dimensity 8050 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റും അതുപോലെ തന്നെ 1300 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റുമാണ് വരുന്നത്. അപ്പം ഈ ഒരു രണ്ട് സീരീസിലും മീഡിയാടെക്കിന്റെ ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് 108 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റും കാര്യങ്ങളല്ല ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ പ്രീമിയം അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള സ്മാർട്ട് ഫോൺസ് നോക്കുകയാണെങ്കിൽ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസ് വരുന്നുണ്ട് സാംസങ്ങിന്റെ സൈഡിൽ നിന്ന്. അതായത് സാംസങ് ഗാലക്സി Z Flip 5 വരുന്നുണ്ട്. അതുപോലെ തന്നെ സാംസങ് ഗാലക്സി Z Fold 5 വരുന്നുണ്ട്. ഈ Z Flip 5ന്റെ കുറെ റെൻഡറും കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു Z Flip 5 എന്ന് പറയുന്ന മോഡൽ നമ്മുടെ മോട്ടോറോള റേസർ 40ന്റെ ഒരു എതിരാളിയായിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇതിനകത്ത് നമുക്ക് 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ 3.4 ഇഞ്ചിന്റെ കവർ പാനലും കാര്യങ്ങളും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 13 കാര്യങ്ങൾ വരുന്നുണ്ട്. 3700 mAh ബാറ്ററി ആയിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. 12 MBന്റെ ഡുവൽ ക്യാമറ സിസ്റ്റം ആയിരിക്കും ഇതിൽ വരാൻ പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 26 ആയിരിക്കും ഇതിന്റെ ലോഞ്ച് കാര്യങ്ങൾ ഒഫീഷ്യലി വരുന്നത്. പക്ഷേ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഓഗസ്റ്റ് ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ Z Fold 5 നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങളും വരുന്നുണ്ട്. 6.2 ഇഞ്ചിന്റെ കവർ പാനലും കാര്യങ്ങളും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് വരാൻ പോകുന്നത്. അതുപോലെ ഔട്ട് ഓഫ് ബോക്സ് ആൻഡ്രോയിഡ് 13 പിന്നെ നമുക്ക് 4400 mAh ബാറ്ററിയും 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും ഈ ഒരു മോഡൽ വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് മോഡലും ഏതായാലും ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. റിയൽമിയുടെ GT Neo 5 എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു. അതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. അത് ഇതുവരെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലോഞ്ച് കാര്യങ്ങൾ ഉണ്ടായില്ല. പക്ഷേ റിയൽമി GT Neo 6 എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് മാസം അവസാനത്തേക്ക് ഇതിൻ്റെ ലോഞ്ച് കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് പറയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. 1.5Kന്റെ റെസൊല്യൂഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. 144 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതുപോലെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആയിരിക്കും ഇതിൽ ചിപ്സെറ്റും കാര്യങ്ങളും വരുന്നത്. ഔട്ട് ഓഫ് ബോക്സ് ആൻഡ്രോയിഡ് 13 കാര്യങ്ങളും കിട്ടും. അതുപോലെ 4600 mAh ബാറ്ററിയും 240 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളായിരിക്കും ഈ ഒരു മോഡൽ വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് 50 MB ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം കാര്യങ്ങളും വരുന്നുണ്ട്. എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് 240 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും സപ്പോർട്ട് ആകും എന്നുള്ളതാണ്. ഏകദേശം നമുക്ക് 40,000-45,000 രൂപ ബഡ്ജറ്റിലായിരിക്കും ഈ ഒരു മോഡൽ വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ OnePlusന്റെ സൈഡിൽ നിന്ന് ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളുണ്ട്. അതായത് അവരുടെ ഫസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകണം. ഈ ഒരു മാസമായിരിക്കും ലോഞ്ച് കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഓഗസ്റ്റ് 29 ആയിരിക്കും ലോഞ്ച് വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 6.8 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ 6.3ന്റെ കവർ പാനലും കാര്യങ്ങളും വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആയിരിക്കും ചിപ്സെറ്റ് കാര്യങ്ങളും വരുന്നത്. ഔട്ട് ഓഫ് ബോക്സ് ആൻഡ്രോയിഡ് 13 കാര്യങ്ങളും വരുന്നുണ്ട്. 4800 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ 64 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ആയിരിക്കും വരുന്നത്. അതുപോലെ ഈ ഒരു മോഡലിൽ നമുക്ക് പെരിസ്കോപ്പ് ലെൻസും കാര്യങ്ങളും ഈ ഒരു ക്യാമറ സിസ്റ്റത്തിൽ വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റ്
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ഫോൾഡബിളിൽ അങ്ങനെ ഒരു പെരിസ്കോപ്പ് ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട് OnePlusൻ്റെ സൈഡിൽ നിന്ന്. അപ്പം ഓവറോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോകുന്നത്. ഓഗസ്റ്റ് 29 ആയിരിക്കും ഇതിൻ്റെ ലോഞ്ചും കാര്യങ്ങളും വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റും കാര്യങ്ങളും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ബൈ ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മോഡൽസ് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഇതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.